ഇവിടെ കേട്ടോ ഈ അടാറ് സൈഡ് വാൾ വരുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ 15 ഫൂട്ടോളം വീതിയിലൊക്കെ ചെയ്തതാണ്. ഇത്രോളം ഹൈറ്റ് വന്നിട്ട് 10 അടിയോളം ഹൈറ്റ് ഇവിടെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിലോട്ടോ. കോഴിക്കോട് വടകര റീച്ചിലെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഫുള്ളായിട്ട് അങ്ങോട്ട് കണ്ടാലോ. ഇപ്പം ഞാനുള്ളത് ചെങ്ങോട്ടുകാവ് കേട്ടോ. ചെങ്ങോട്ടുകാവ് മുതൽ നമ്മുടെ നന്ദി വരെയുള്ള കാഴ്ചകൾ. കൊയിലാണ്ടി ബൈപ്പാസ് 13-14 കിലോമീറ്ററുള്ള കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്കുകൾ എന്താണെന്നുള്ളത് മൊത്തം കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ പഴയ റോഡ്, അതാ അവിടെയൊക്കെ നല്ല ബ്ലോക്ക് കേട്ടോ. ഈ റോഡ് അങ്ങോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ഒരു കഷ്ടപ്പാട് അങ്ങോട്ട് കഴിയുമുണ്ടോ. ചെങ്ങോട്ടുകാവ് നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജ്, അതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ കഷ്ടപ്പെട്ട് പോവുക. ആംബുലൻസൊക്കെ കുറേ നേരമായി ഇവിടെ കുടുങ്ങി കിടക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ചെങ്ങോട്ടുകാവിൻ്റെ വർക്കുകളൊക്കെ കുറേ കാലമായി ഇങ്ങനെ ഇങ്ങനെ പോവുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ വർക്ക് ഫുള്ള് ഫിനിഷിംഗ് ആണ്. ഫുള്ള് ലൈൻ മാർക്കിംഗ് ആൻഡ് ലൈറ്റ് ഫിറ്റിംഗ്, ഫുൾ ഫിനിഷിങ്. ഇപ്പോൾ നമ്മുടെ ആ ഭാഗത്ത് കുറച്ച് പൊൽക്കാവായ ഏരിയയിലുള്ള ചെറിയൊരു വർക്കുകൾ കൂടി കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെ ഉഷാറായിട്ട് വരാം. പക്ഷേ ഇവിടെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഇതിൻ്റെ മുമ്പ് വാഹനങ്ങളൊക്കെ ഇതിലങ്ങോട്ട് പോയിരുന്നുണ്ടോ നന്ദിയിലേക്ക്. പക്ഷേ അവിടെ വർക്ക് കാര്യമായിട്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ വാഹനങ്ങൾ ഇതിലേ വാഹനങ്ങൾ പോകുന്നില്ല. അറിയുമ്പോഴത്തേന് വാഹനങ്ങൾ ബും നിറഞ്ഞ് വരുന്നുണ്ടല്ലോ. അതിലേ അങ്ങോട്ട് പോകാനും പറ്റും തോന്നുന്നു അല്ലേ. ഏതായാലും നമുക്കതുപോലെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ചെങ്ങോട്ടുകാവുന്ന യാത്ര തുടങ്ങി. ഇവിടെ നിന്നുള്ള വർക്കുകൾ എന്തായെന്നൊക്കെ നോക്കട്ടോ. ഇപ്പോൾ അപ്രോച്ച് റോഡ് ഈ കഴിയുന്ന ഭാഗം കുഴപ്പമില്ല. വർക്കുകൾ ഈ രണ്ട് ഭാഗത്തുനിന്നും ഇങ്ങനെ വാഹനങ്ങൾ കയറുന്നൊരു ഏരിയ വർക്ക് ഇങ്ങനെ ഫിനിഷ് ആകാണ്ട്. അത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയാത്തത് കൊണ്ടാട്ടോ ഇത് ഈ ഭാഗത്തുള്ള വർക്കുകളൊന്നും ഫിനിഷ് ചെയ്യാത്തത്. സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ സ്ലോ ആവുന്നത്. ഈ റോഡൊക്കെ ടാർ ചെയ്തിട്ട് 2 കൊല്ലത്തിനടുത്തായി ഈ റോഡ് ടാറിങ് കഴിഞ്ഞിട്ട്. ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ലൈൻ മാർക്കിങ്, ക്രാഷ് ബാരിയർ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞത്. എന്തായാലും വാഗഡിൻ്റെ ജോലിക്കാർ, പെയിൻറ്റിങ് ജോലിക്കാർക്കൊക്കെ വർക്ക് ആരംഭിച്ച് കഴിഞ്ഞു കേട്ടോ. അതുപോലെ ഡിവൈഡറിൻ്റെ മുകളിലുള്ള നമ്മുടെ ഫൈബർ ബോർഡ്, അതായത് റിഫ്ലക്ഷൻ ആൻഡ് കണ്ണിലേക്കൊക്കെ ഒന്ന് ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള, ലൈറ്റ് അടിക്കാനുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള ഒരു സാധനം കേട്ടോ. അത് ഇനിയും ഈ ഇത്ര വിട്ടിട്ടൊന്നുമല്ല കേട്ടോ, ഇത് അടുപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലായിട്ട് 2 എണ്ണം കൂടി വരാണ്ട്. അങ്ങനെ ആകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്ന പ്രശ്നമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിന് മൊത്തം ലൈറ്റല്ലേ. അപ്പോൾ രാത്രിയിലേക്ക് കണ്ണിലേക്ക് ഇത്തിരി ലൈറ്റ് അടിച്ച് വെച്ചൊന്നും വിഷയമില്ല. റോഡ് ഫുള്ള് വെളിച്ചല്ലേ. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ശ്രദ്ധിക്കാഞ്ഞാൽ മതി. പിന്നെ കറണ്ട് പോയാലൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളും റോഡിൽ മൊത്തം വെളിച്ചാകുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ആ ഒരു പ്രശ്നം അങ്ങനെ അറിയില്ല. ഈ ഭാഗത്തോട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുള്ളത്. ആ സർവീസ് റോഡ് അങ്ങനെ വന്നിട്ട് നമ്മുടെ കൊയിലാണ്ടി ബാലുശ്ശേരി ഓവർപാസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് സർവീസ് റോഡ് മുട്ടണം. അവിടെ സർവീസ് റോഡിന് മുകളിലേക്കുള്ള ഭാഗം മണ്ണിട്ട് ലെവലാക്കുന്ന കാഴ്ച. അവിടെ വർക്കൊന്നും നടക്കുന്നില്ല തോന്നുന്നു അല്ലേ, പണിക്കാരൊന്നുമില്ല. ഏതായാലും അവിടെ മണ്ണിട്ട് ഇങ്ങനെ ലെവലാക്കി. അവിടെ ഒരു ഉയർന്നൊരു ഏരിയ ആണ് അല്ലേ. ഓക്കെ, അപ്പം മണ്ണൊക്കെ റെഡിയാക്കി വരുന്നുണ്ട് അവിടെ. JCB ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ടാറിങ് അങ്ങോട്ട് കഴിയണം, എന്നാൽ ബാക്കിയുള്ള വർക്കുകൾ. അവിടെ കുറച്ച് ഉയർന്ന ഭാഗം ഒരു ഷോർട്ട് പ്ലേറ്റിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കുഴപ്പമില്ല. ഇത്ര ഹൈറ്റുള്ള ഭാഗം വലിയൊരു കുഞ്ഞോറമല ഭാഗത്താണ് വലിയ ഹൈറ്റുള്ള സൈഡ് വാളിൻ്റെ വർക്ക് നടക്കുന്നത്. നമ്മൾ കാര്യമായിട്ട് അവിടെയുള്ള കാഴ്ച കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡിവൈഡറിൻ്റെ മുകളിൽ
ആ ബോർഡ് വെച്ചോട്ടോ പച്ച റിഫ്ലക്ഷൻ ബോർഡ് അതാണ്ടാ അത് അടുത്തടുത്തിട്ടാണ് ഒരു 3 അടി വിട്ടുകൊണ്ടാണ് ഇവരുടെ ബോർഡ് മൊത്തം. നമുക്ക് ആ സൈഡിലൂടെ ഒന്ന് യാത്ര പോയി നോക്കാം എന്താ പാടുന്നുള്ളത്. വാഹനമില്ലല്ലോ. ഓക്കെ, ആ ഭാഗത്ത് കാണുന്നുണ്ടോ നോക്കി നിങ്ങൾ. എടാ ഫുള്ള് മറവല്ലേ, അപ്പോൾ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ കുഞ്ഞോറമല ഭാഗം, കൊയിലാണ്ടി ബൈപ്പാസിലെ ഒരു ഡേഞ്ചർ ഏരിയ. ഈ ഒരു ഏരിയയിലുള്ള വർക്കുകളാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. ഇത് അങ്ങ് തലക്കൽ കാണുന്ന കേട്ടോ, അവിടെ ആ മല മൊത്തത്തിൽ ചീന്തി എടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ 6 വരിപ്പാത പോകുന്നത്. 60 അടിയോളം ഹൈറ്റിൽ മണ്ണ് എടുത്തു മാറ്റിയിട്ടാട്ടോ അവർ ഇവിടുന്ന് ഇടത്തെ ഭാഗത്ത് അതിൻ്റെ മുകളിൽ വീടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പം അവർ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ട് പിന്നെ അത് മാറ്റി അവിടെ വലിയൊരു സൈഡ് വാളിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇതിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. ആ കൊയിലാണ്ടി ഒരു ഏരിയ ടൗൺ ഏരിയയിലുള്ള ബ്ലോക്കൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആളുകൾ ഈ ബൈപ്പാസ് ഇപ്പോഴേ തിരഞ്ഞെടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഈ ബൈപ്പാസ് ആർക്കും എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാം, ടോളൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞോറമല ഭാഗത്ത് വർക്ക് തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഹൈറ്റിൽ പൊങ്ങാനുള്ളതാട്ടോ. ഇവിടെയൊക്കെ നല്ല മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുപോലെ നിങ്ങൾ ആ ഭാഗം ഉണ്ടോ നിങ്ങൾ, ആ പ്ലെയിൻ ബ്ലോക്കും ആ കോൺക്രീറ്റും തമ്മിൽ ഒരു സർവീസ് റോഡിൻ്റെ ഗ്യാപ്പ്. ഞാൻ ആദ്യം വിചാരിച്ചത് സർവീസ് റോഡ് ശരിക്കും ഇതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാനിവിടെ ഒരു എഞ്ചിനീയറോട് സംസാരിച്ചു കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ഇവിടുന്ന് ഈ ഭാഗം അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ലയെന്നാണ് കേട്ടോ. സർവീസ് റോഡ് ഈ ഭാഗത്തേക്ക് ഇല്ലയെന്നാണ്. ഇത് നമ്മുടെ ആ കുഞ്ഞോറമല ഭാഗത്ത് കൂടി സർവീസ് റോഡ് ഇല്ലയെന്നാണ് പറഞ്ഞത്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരു ആ മലയുടെ ഭാഗത്ത് സർവീസ് റോഡ് കൊടുക്കാനുള്ളൊരു ഗ്യാപ്പും കാണുന്നില്ല. അപ്പം അത് സത്യമാണോ അല്ലേ എന്ന് കറക്റ്റ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താളി കേട്ടോ. ഇവിടെയും അതുപോലെ സർവീസ് റോഡ് നേരിട്ട് 6 വരിപ്പാതയിലേക്ക് കയറുന്നൊരു എൻട്രി ആയിട്ടാണ്. അതുപോലെ അതിലൂടെ കയറി വന്നിട്ട് അതിലൂടെ ഇങ്ങോട്ടേക്കുള്ള എക്സിറ്റ് ആയിട്ടാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു നല്ലൊരു സൈഡ് വാൾ, അടിപൊളി സൈഡ് വാൾ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എൻട്രി എക്സിറ്റും ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഭാഗത്ത് 6 വരിപ്പാതൻ്റെ വീതി അതൊരു കണക്കാക്കാനും, പിന്നെ നമ്മുടെ സൈഡ് വാൾ അവിടെ നല്ല വീതിയിലാണ് അവിടുത്തെ കോൺക്രീറ്റ് വരുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചൊരു ഭാഗം, ഒരു 100-300 മീറ്റർ ഭാഗം സർവീസ് റോഡ് ഇല്ലാത്തൊരു ഭാഗമായിരിക്കും. ആ സർവീസ് റോഡിൽ നിന്ന് 6 വരിപ്പാതയിലേക്ക് എൻട്രി എക്സിറ്റൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ 6 വരിപ്പാതയിലേക്ക് കയറിയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഈ 6 വരിപ്പാതയിൽ ബൈക്കുകൾ, ഇങ്ങനെയുള്ള ബൈക്കുകളൊക്കെ നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ട്, ബൈക്ക് ഓട്ടോ നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു വെക്കുമ്പോൾ സർവീസ് റോഡിൽ നിന്നും ബൈക്കും ഓട്ടോറിക്ഷയൊക്കെ എന്താ ചെയ്യും അല്ലേ? അപ്പം ബൈക്ക് ഓട്ടോകളൊന്നും അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് നിരോധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ 6 വരിപ്പാതൻ്റെ മുകളിൽ. ഏതായാലും അതൊക്കെ തീരുമാനങ്ങൾ എന്തായിക്കോട്ടെ, പക്ഷെ നമുക്ക് നമ്മളുടെ അഭിപ്രായം എങ്ങനെ പറയാമല്ലോ അല്ലേ? അപ്പോൾ ഈ ആ സർവീസ് റോഡിൽ നിന്ന് വരുന്ന ബൈക്ക് ഓട്ടോകളൊക്കെ 6 വരിപ്പാതയിൽ കയറിയിട്ട് പിന്നെ സർവീസ് റോഡിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു സെറ്റപ്പാണ് ഇവിടുത്തെ വർക്ക് വരുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു എഞ്ചിനീയർ പറഞ്ഞാണ്, എത്രത്തോളം എൻ്റെ ഹിന്ദി അല്ല ഹിന്ദിക്ക് മനസ്സിലാവുന്നത് എന്തായാലും വേണ്ടിയില്ല, അവരങ്ങനെ കേട്ടോ പറഞ്ഞത്. ഹിന്ദിയൊക്കെ കേട്ടാലൊക്കെ കുറേയൊക്കെ മനസ്സിലാവും. ഇവിടെയൊക്കെ വർക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മണ്ണ് എത്രത്തോളം ഹൈറ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. എത്രത്തോളം ഹൈറ്റിൽ, മൈ ഗോഡ്, 2 നല്ല ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ നിങ്ങൾ. ഇതൊരു മിനി പിക്കപ്പാണ്. അതങ്ങനത്തെ ഒരു 2 കൂടിയ ഹൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് ആവുകയുള്ളൂ. അത്രയും ഹൈറ്റിലാണ് ഇത് പോകുന്നത്. ഇവരുടെ ക്രാഷ് ബാരിയർ കണ്ടോ, നല്ല ഡിസൈന്. അതായത് നമ്മുടെ 6 വരിപ്പാതക്ക് നല്ലൊരു താങ്ങുന്നൊരു വർക്കാണിത്. ക്രാഷ് ബാരിയർ വെച്ചിട്ടൊന്ന് 1.25-2 മീറ്ററോളം വീതിയിലൊരു കോൺക്രീറ്റ്. അപ്പോൾ ഈ റോഡായിട്ട് നല്ലൊരു പിടുത്തം നമ്മുടെ ഈ സൈഡ് വാളിനുണ്ടാകും. അപ്പോൾ ഇത്രയും ഭാഗത്ത്
അവർ ഈ ഒരു ഭാഗം ലൈന് റോഡിൻ്റെ ലൈൻ ഈ ഭാഗത്തും ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടിയേ സാധാരണഗതിയിൽ വാഹനങ്ങൾ പോകില്ല. എപ്പോഴെങ്കിലൊക്കെ ചെറിയ വലിയ വാഹനം പോകുമ്പോൾ ബൈക്ക് പോലുള്ള വാഹനങ്ങൾ സൈഡാക്കി കൊടുക്കുമ്പോഴേ ഉള്ളൂ. അപ്പോൾ അത്രയും വിട്ടിട്ടാണ് ലോഡുകൾ പോവുക. അതുകൊണ്ട് നമ്മളെ ഇതുപോലുള്ള പ്ലെയിൻ ബ്ലോക്കുകൾക്ക് വലിയ ലോഡ് വരില്ല കേട്ടോ. അതാണ് ഈ പ്ലെയിൻ ബ്ലോക്കൊക്കെ ഇങ്ങനെ കാലാകാലം നിൽക്കുന്നത്. ചില ഭാഗങ്ങളിൽ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഇവർക്ക് നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥ മനസ്സിലാകത്തുകൊണ്ടുള്ള വർക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ഇടിഞ്ഞ് പൊടിഞ്ഞ് വീണത്. ഏതായാലും ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നായിരിക്കും. അവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ കേട്ടോ ഈ അടാർ സൈഡ് വാൾ വരുന്നത് ഇതിൻ്റെ അടിയിലൊക്കെ 15 ഫൂട്ടോളം വീതിയിലൊക്കെ ചെയ്തതാണ്. ഇത്രോളം ഹൈറ്റ് വന്നിട്ട് 10 അടിയോളം ഹൈറ്റ് ഇവിടെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര ഫീറ്റ് ഉണ്ടാവും? ഇപ്പോൾ ഒരു 8 ഫൂട്ടായിട്ട് മാറി ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു 5 ഫൂട്ട് വീതിയിൽ ഇത്രയും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. 10-20 അടി എത്തുമ്പോഴത്തേക്ക് 5 ഫൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഈ സൈഡിൽ ഇവിടെ മണ്ണിട്ട് ടൈറ്റാക്കി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മണ്ണിട്ട് ടൈറ്റാക്കിയതിന് ശേഷം വീണ്ടും ഈ വാളിങ്ങനെ പൊങ്ങാനുള്ളതായിരിക്കും. യെസ്, അങ്ങനെ അല്ലെങ്കിൽ മണ്ണിങ്ങനെ ടൈറ്റാക്കി വെച്ചില്ലെങ്കിലല്ലോ വീണ്ടും ഇത് തള്ളാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ഇവിടെ എന്താ ഒരു ഹോൾസൊക്കെ മണ്ണ് ടൈറ്റ് അയക്കണമെന്നുള്ള ചെക്ക് ചെയ്താണോ? ഓക്കെ. വാളിങ്ങനെ പൊങ്ങുന്നതിനനുസരിച്ച് ഗ്യാപ്പിലുള്ള മണ്ണ് ഇങ്ങനെ ടൈറ്റാക്കി അങ്ങനെ പൊക്കിയിട്ട് 60 അടിയോളം ഹൈറ്റിൽ ഇതൊക്കെ ഇവർ ആദ്യം ഷോർട്ട് ക്രീറ്റ് മണ്ണ് ഇവിടെ എംസാൻഡ് ആൻഡ് ബേബി ചില്ലി കൂടി കൂട്ടി സ്പ്രേ ചെയ്ത് അതിൻ്റെ മുകളിൽ സോയിൽ നെയിലിങ് ആദ്യം ചെയ്താട്ടോ. ഹോൾസ് ഇട്ട് കമ്പിയൊക്കെ ഇട്ടതാണ്. അതിൻ്റെ മുകളിൽ നെറ്റൊക്കെ റസ്റ്റ് പിടിച്ച് തോന്നുന്നു അല്ലേ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പണിയൊക്കെ വെറുതെ ആയിട്ടോ. ഇത്ര ലക്ഷങ്ങൾ മുടക്കിയൊരു പണിയായിരുന്നു അറിയാം. അതൊക്കെ ആദ്യ ഐഡിയ പൂർവ്വം നീങ്ങായിട്ടാണ്. അവിടെയൊക്കെ ആളുകൾ സമരം ചെയ്തല്ല അവിടെയൊക്കെ ക്രാക്കുകളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. താമസക്കാരുള്ളതല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ നോക്കരുത്, ചിലവ് അവിടെ നോക്കുകയോ ചെയ്തു. സ്ട്രോങ് വർക്ക് തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഏതായാലും സ്ട്രോങ് വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അവിടെ അതാ പൈപ്പുകളൊക്കെ ഇടുന്നുണ്ടല്ലോ അവിടെ. എടാ ഗ്യാപ്പിൽ പൈപ്പുകളൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ വെള്ളം കിനിച്ചിലുണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ പരിപാടി പോരല്ലോ. ഇനി ഈ ഭാഗത്തുള്ള സൈഡ് വാളിൻ്റെ വർക്കില്ലേ, ഫുള്ള് ടാസ്ക് തന്നെയാണ് ഇവിടെ. അവിടെ തര മണ്ണിൻ്റെ വർക്കായതുകൊണ്ട് അവിടെ ഒരു വീടൊക്കെ ഫുള്ള് പച്ച ഷീറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഫുള്ള് പൊടിയനാ കേട്ടോ. ഇത് ടാറിങ് കഴിഞ്ഞ റോഡാട്ടോ. ഇനി മണ്ണ് മാറ്റലും റോഡ് ഉഷാറാണ്. ഇവിടുത്തെ ടാറിങ് കഴിഞ്ഞതാണ്. ഇനി ഇതുപോലുള്ള ഒരു സൈഡ് വാളിൻ്റെ വർക്ക് ഇവിടെയും എടുക്കാനുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നവരവിടെ ചെരിച്ചെടുത്തിട്ട് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അവിടെ അതിൻ്റെ മുകളിൽ അങ്ങനെ വീടുകളൊന്നും കാണുന്നില്ല. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്ഥലം കുറച്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ മണ്ണൊക്കെ ഒന്ന് ഇടിച്ച് സ്ലോപ്പാക്കി കഴിഞ്ഞാൽ ഓക്കെ, അതിനനുസരിച്ചുള്ള ഒരു വർക്ക് അവിടെ ചെയ്താൽ മതി. ഇങ്ങനെ കുത്താനെ നിൽക്കുന്ന ഏരിയയാണ് ഇടിയാൻ സാധ്യത. ചെരിച്ച് കഴിഞ്ഞിട്ട് ഷോർട്ട് ക്രീറ്റ് വർക്കൊക്കെ അവിടെ ചെയ്താൽ ഉഷാറാവുമെന്ന് വിചാരിക്കും. എന്താ വർക്ക് എന്നുള്ള അറിയില്ല, നമുക്ക് കാണാം. ഇതുപോലത്തെ സൈഡ് വാളാണെന്നുണ്ടെങ്കിൽ കോടികൾ ചിലവാക്കേണ്ട ഒരു വർക്ക് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ആ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കാണുന്ന കാഴ്ച ഫുള്ള് വർക്ക് കഴിഞ്ഞൊരു ഏരിയ കേട്ടോ. അത് നമുക്ക് വാഹനത്തിൽ പോയിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കാണിക്കാം. നന്ദി വരെ എത്തുമോ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.